അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെല്ലാവരും ഓരോ ആളുകളും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷവും സമാധാനവും. ഏതേത് വിഷയത്തിൽ നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ കേരളക്കാരാണ്, ഇന്ത്യക്കാരാണ്, കേരളത്തിലെ ആളുകളാണ്, നമ്മൾ മലയാളികളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വിഷയത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. എല്ലാവർക്കും അമ്മയെ തച്ചാൽ രണ്ടഭിപ്രായം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ മാത്രം എല്ലാവരും ഏകോപിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. സമാധാന സന്തോഷം എല്ലാവർക്കും അത് ആവശ്യമാണ്. ഓരോ മനുഷ്യനും ആവശ്യമാണ്. തർക്കമില്ലാത്ത വിഷയമാണിത്. അതുപോലെ എങ്ങനെ ചില ആളുകൾക്ക് കാണാം, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാറുണ്ട് നമ്മൾ, അവർ അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അതാണ് അവർക്ക് ആ ഒരു ലഹരി, ഒരു ഹരം രാഷ്ട്രീയം മാത്രമാണ്. അല്ലെങ്കിൽ ഉന്നതമായ അധികാരം, രാഷ്ട്രീയത്തിലെ അധികാരം, അതാണ് അവരെ ഇതാക്കുന്നത്. ചിലപ്പോൾ അവർ വിവാഹം ചെയ്യാൻ പോലും ചില ആളുകൾ മറന്നു പോയിട്ടുണ്ടാവും. ജനങ്ങളിൽ നിന്ന് പൈസ സമ്പാദിക്കുകയല്ല, മറിച്ച് അവർ ഇല്ല സമ്പത്തൊക്കെ ചിലവാക്കിയിട്ട് വേണം എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് സമാധാനം സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അവർ അധികാരത്തിൽ തുടരുന്നുണ്ട്. അതുപോലെ നമ്മൾ നോക്കുക. അതുപോലെ സമ്പത്ത്, ചില ആളുകൾ പൈസയാണ് സന്തോഷം സമാധാനം കാണുന്നത് പൈസയിൽ. ചില ആളുകൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാറുണ്ട്. സ്ഥലം കാണാറില്ല. ഇത് നമുക്ക് ഏതൊരു മനുഷ്യനും കുറച്ച് സമാധാനം സന്തോഷം നൽകും ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. സൂര്യൻ്റെ ഉദയം, സൂര്യൻ്റെ അസ്തമയം, ഈ തായ്വരയിൽ പോയിട്ട് ഇരിക്കുക, മഞ്ഞുമുതി കുന്ന് പോവുക, അല്ലെങ്കിൽ റാണിപുരം പോവുക, അല്ലെങ്കിൽ വയനാടോ മൂന്നാറോ അവിടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക, പ്രകൃതി രമണീയം. അതൊക്കെ ചില ആളുകൾ കടം പോലും നൽകിയിട്ട്, കടം വാങ്ങിയിട്ട് ലോൺ എടുത്തൊക്കെ പോകുന്ന ആളുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു നമ്മുടെ നാടുകളിൽ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതൊക്കെ ഒരു സമാധാനം സന്തോഷം നൽകുന്നുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണതയില്ല അതിലൊന്നും, അല്ലേ? നമുക്കറിയാം, അവിടെ പോകുമ്പോൾ മാത്രം, അത് ഉണ്ടാകുമ്പോൾ മാത്രം. ഇപ്പോൾ അസുഖമായിട്ട് ഒരാൾ കടന്നു പോയാൽ എനിക്കൊരു സന്തോഷം സമാധാനം അധികാരം കൊണ്ട് കിട്ടുമോ? കിട്ടില്ല. ഈ അടുത്ത കാലത്ത് വലിയൊരു സമ്പത്തും അങ്ങനെ തന്നെ സമാധാനം നമുക്ക് അത്ര തരണമെന്നില്ല. ചില ആളുകൾ വിചാരിക്കും സമ്പത്താണ് സമാധാനം. അല്ല. ഈ അടുത്ത കാലത്ത് ഒരു വലിയ സമ്പന്നൻ, അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിച്ചു. അദ്ദേഹത്തിന് അങ്ങനത്തെ 3 അസുഖം ബാധിച്ചാൽ പോലും ചികിത്സിക്കേണ്ട പൈസയുണ്ട്. അതേപോലെ അസുഖം ബാധിച്ചിട്ട് അദ്ദേഹം സ്വന്തം വീട്ടിൽ പോയി വാതടച്ച് ഇരുന്നു എന്നാണ്. വലിയ സമ്പന്നൻ വാതിച്ച് ഒരാളുടെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. വീട്ടിലൊക്കെ ചിലപ്പോൾ അത്യാവശ്യം ഗൗരവക്കാരനായിരിക്കാം അദ്ദേഹം. അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് ഒരു സമാധാനം സ്വസ്ഥതയില്ലാതായി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സ്വസ്ഥതയും സമാധാനവും? അതുപോലെ ചില ആളുകളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ, ഇപ്പോൾ ഏകദൈവ വിശ്വാസികളല്ലാത്ത ആളുകളുടെ പുസ്തകങ്ങളുണ്ട് സമാധാനവുമായി ബന്ധപ്പെട്ട്. അതുപോലെ ആൾദൈവങ്ങളുടെ പോലും പുസ്തകമുണ്ട് സമാധാനം സന്തോഷം നൽകുന്ന. അവരൊക്കെ പറയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ പോവുക, സന്ദർശിക്കുക, കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, അതൊക്കെ അവർ പറയും. അതേപോലെ കുട്ടികളുടെ കൂടെ, മൃഗങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുക, അതൊക്കെ ശരിയാണ്. ആത്യന്തികമായി ചില സമാധാനങ്ങൾ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ, അവരുടെ കൂടെ കളിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതെല്ലാം അതിൻ്റെ ഈ സമാധാനത്തിൻ്റെ കൈയും കാലും ഒക്കെയാണത്, അല്ലാതെ അതിൻ്റെ ഉടലൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ തല എന്താണ്? സമാധാനം നമുക്ക് കിട്ടേണ്ടത് ഇരിക്കുക തലഭാഗത്ത്. അതിൻ്റെ യഥാർത്ഥ അതങ്ങനെ ചിന്തിക്കുന്ന പറഞ്ഞെന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ ഇത് ഉറച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കത് കാലാകാലം മരണം വരെ സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ആത്യന്തികമായി നമുക്ക് എങ്ങനെ സമാധാനം കിട്ടും? എങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും? അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വിശ്വാസമാണ്. ഏകദൈവത്തിൽ, അതായത് അള്ളാഹുവിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങൾക്ക് സമാധാനം തരും. അതുപോലെ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അവനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറയാണ്, അല്ലെങ്കിൽ ഖുർആനിൽ പറയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാകുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹൃദയം ശാന്തവും സമാധാനമാകണമെങ്കിൽ നിരന്തരം സ്മരിക്കണം, ദൈവത്തെ, അള്ളാഹിനെ സ്മരിക്കണം. ഇപ്പോൾ നമുക്കറിയാം 5 വഖ്ത് നമസ്കാരങ്ങൾ, അത് നോക്കുക. ഈ ഇസ്ലാമിലെ ഓരോ കാര്യങ്ങൾ നോക്കുക നിങ്ങൾ. നമസ്കാരം ഒന്ന് കഴിഞ്ഞ് ഒരു വഖ്ത് കഴിഞ്ഞ് ഒരു വഖ്ത്, അതുപോലെ അത് കഴിഞ്ഞ് രാത്രിയിലെ സുന്നത്തുകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ എന്താണ്? അള്ളാഹിനെ സ്മരിക്കലാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ധാരാളമായി ദിക്ർ വർദ്ധിപ്പിക്കുക. നാവിനെ നനക്കുക, വെള്ളം കൊണ്ടല്ല, മറിച്ച് നാവിനെ നനക്കുക ദിക്റുകൾ കൊണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, അങ്ങനെയുള്ള ദിക്റുകൾ നാവിന് എളുപ്പമാണ്, മീസാനിൽ കനമാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് ഈ വചനങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അറിയുമായിരിക്കും ഈ ചെറിയ പദങ്ങളുടെ അർത്ഥം. അതേപോലെ നമ്മൾ അധികം ആളുകൾ നോക്കുന്നത് മുകളിലുള്ളവരിലേക്കാണ്. നമ്മുടെ അയൽക്കൂലിക്കാരന് വണ്ടിൻ്റെ, അല്ല കുടുംബക്കാരന് വലിയ വീട് വെച്ച്, ഓൻ അടിപൊളി വീട് വെച്ച്, ഓൻ അടിപൊളി വണ്ടി ഉണ്ടാക്കി, ഓൻ്റെ ഭാര്യ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഓനിക്ക് നല്ല 2-3 കുട്ടികളാണ്, പെണ്ണും കുട്ടികളുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ നമുക്ക് ആണയില്ലോ, അല്ലെങ്കിൽ നമുക്ക് പെണ്ണയില്ലോ, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ കുറവാണ്. അങ്ങനെ നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ഭയങ്കര ആവലാതിയും വിഷമമാണ്. നമുക്ക് ഇല്ലതിനെക്കുറിച്ച് നമുക്ക് സന്തോഷമില്ലാത്ത അതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഇല്ലതിൽ സന്തോഷിക്കുക. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ആരോഗ്യമുണ്ട്, വായു ശ്വസിക്കാൻ, ബ്രീത്ത് ഔട്ട് ഒക്കെ സുഖമായി
സാധിക്കുന്നുണ്ട്, നമുക്ക് വായുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ആരോഗ്യമുണ്ട്, പണിയെടുക്കാനുണ്ട്, സമ്പത്തുണ്ട്, അതൊക്കെ നമ്മൾ നമുക്ക് ഇല്ലേ ചിന്തിക്കാം. നമുക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയില്ലാത്ത എത്രയോ ആളുകളുണ്ട്, കുട്ടികളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അതുപോലെ അസുഖമില്ല, നമുക്ക് പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നുമില്ല, അസുഖമായിട്ട് അസുഖക്കടകളിൽ തന്നെ ആശുപത്രിയിൽ തന്നെ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. ഓക്സിജൻ ഈ അടുത്ത കാലത്ത് ഒരാൾ എഴുതിയ പുസ്തകത്തിൽ കാണാം, അല്ല ഒരു കുട്ടി സംസാരിച്ചത് കാണാം. എന്താ പറയുക, മൂത്രമൊഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം മൂത്രമൊഴിക്കുന്നത്. ഒരു ഡോക്ടറോട് ഒരു വീഡിയോ ആണിത്. അതിൽ ഒരാൾ പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ, അതായത് അദ്ദേഹത്തിന് ഒരു അസുഖമായിട്ട് മൂത്രയ്ക്കാൻ നേരൊക്കെ അതിൻ്റെ ഭയങ്കര കടച്ചിൽ, ഈ ഭാഗത്ത് ഈ മൂത്രയ്ക്കുന്ന ഭാഗത്ത് ഭയങ്കര കടച്ചിൽ, അദ്ദേഹത്തിന് മൂത്രയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അപ്പോൾ അതുപോലെ എത്രയോ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ലോകത്ത്, നമ്മൾക്ക് അതുണ്ട്. അതുപോലെ നമുക്ക് ഇന്ന് കഴിക്കേണ്ട ഭക്ഷണവും നമുക്ക് ഉറങ്ങാനൊരു സ്ഥലവും അതുപോലെ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാനൊരു വാഹനവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ രാജാവിനെ പോലെയാണ് ഭൂമിയിലെ. നമുക്ക് ഒരാൾക്ക് എത്രയോ വീടുണ്ട്, ഒരുപാട് വാഹനമുണ്ട്, പക്ഷേ എത്ര സഞ്ചരിക്കും? ഒന്നിലേ ഉറങ്ങും, ഒരു സ്ഥലത്തേ ഉറങ്ങും, ഒരു ബെഡിലേ ഉറങ്ങാൻ പറ്റൂ. നമ്മൾ ചിന്തിക്കുക, ധാരാളം സമ്പത്തല്ല സമാധാനം ശരിക്കും. അതുപോലെ ചില ആളുകൾക്ക് ഇന്നലെ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര ആവില്ല. അത് ഇന്നലെ ഓൻ അങ്ങനെ പറഞ്ഞു, പണ്ട് ഓൻ അങ്ങനെ പറഞ്ഞത്, ആ വാക്കന്നെ തലച്ചോറിലിട്ടിട്ട് ഇങ്ങനെ ഫിൽട്ടർ ചെയ്യും വീണ്ടും. ഇത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ തലച്ചോറിൽ കഴിഞ്ഞ ഒരു കാര്യം, നടന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചു പോയ ഒരു പ്രത്യേക അനുഭവം, അതൊക്കെ നമ്മൾ വീണ്ടും ഓർക്കുമ്പോൾ തലച്ചോറിലത് പുതിയതായി നടക്കുന്ന പോലെയാണ് തലച്ചോറിൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ആ വിഷമം നമ്മളിങ്ങനെ അനുഭവിക്കും. ആ ഒരു വിഷമത്തിൽ നമ്മൾ കൈയരുത്. ഒരിക്കലും ആ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമുക്കൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല അവിടെ. അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ മോളുണ്ട്, അവളെ കെട്ടിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ വീട് വെക്കണം, അല്ലെങ്കിൽ വലിയ വാഹനം വാങ്ങാണ്ട്, അങ്ങനെ ഒന്ന് വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾ. എൻ്റെ ഭാര്യയ്ക്ക് അസുഖം വന്നാൽ എന്താവും, എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ അസുഖമുണ്ട് വന്നാൽ എന്താവും, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ എങ്ങനെ ഞാൻ കെട്ടിയേക്കുക, അങ്ങനെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കരമായി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നത്. ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട്, ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു മാതാവും പിതാവും ഭയങ്കര ടെൻഷനായിരുന്നു ഒരു കുട്ടിയുടെ കാര്യത്തിൽ. അവർക്ക് സമ്പത്തൊന്നുമില്ല, ഭയങ്കര പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്. പക്ഷേ ഒരു ഗൾഫുകാരൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം നിങ്ങളുടെ മകളെ. അപ്പോൾ ഞങ്ങളുടെ ഒന്നുമില്ല മോനെ, നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മഹറായിട്ട് എന്തെങ്കിലും തരണ്ടേ, നിങ്ങൾക്ക് മഹറല്ല, മഹർ അങ്ങോട്ട് കൊടുക്കുന്നത്, എന്തെങ്കിലും തരണ്ടേ വിവാഹം കഴിക്കുമ്പോൾ? ഞങ്ങൾ വലിയ പൊന്നൊന്നും ഇല്ല മോനെ, കുറച്ച് കാലം കഴിയട്ടെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒന്നും തരണം, നിങ്ങൾ കെട്ടിച്ചെന്നാൽ മതി. അവസാനം വിവാഹം കഴിച്ചു. ഈ 14 കൊല്ലം, ഈ 10-12 കൊല്ലം ഇവർ കഷ്ടപ്പെട്ട് ആലോചിക്കുകയാണ് ഈ കുട്ടിയുടെ വിവാഹത്തെ പറ്റി. പക്ഷേ ഒരു നിമിഷം കൊണ്ട് നടക്കുകയാണ്. നമ്മൾ ജീവിതം ചെയ്യണം, നമുക്ക് എന്തെങ്കിലും സ്വരൂപിച്ച് വെക്കണം, അവർക്ക് സ്വർണ്ണം എന്തെങ്കിലും വാങ്ങിയേക്കണം. നമ്മൾ ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്യുക. കെട്ടിയിട്ടാലും നമുക്ക് നഷ്ടപ്പെടേണ്ട ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി നമ്മൾ ചെയ്യുക, എന്നിട്ട് ദൈവത്തിൽ തവക്കുൽ, അള്ളാഹുൽ തവക്കുൽ ചെയ്യുക. അതുപോലെ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഭയങ്കരമായ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. എന്തെങ്കിലും ഒരു 10, 100, 1000 നമ്മളുണ്ടെങ്കിൽ 10 രൂപ ആരെങ്കിലും വന്നാൽ സന്തോഷത്തോടെ കൊടുക്കുക. ചില ആളുകൾ കാണാം, ഒരു 10 രൂപ, ഒരു പിച്ചക്കാരൻ വന്നാൽ പോലും ഒരു 10 രൂപയ്ക്ക് എടുത്ത് കൊടുക്കണം. അതിന് പോലും പിറുപിറുത്തിരിക്കും. എപ്പോഴും ഒരു റോഡ് സൈഡ് വീടായം കൊണ്ടായിരിക്കും പോയത്, ഒരു നിലയിലെ ഇവരെ കൊണ്ട് ഈ പിരിവാറെ കൊണ്ട് തോറ്റ്, അങ്ങനെ ഒന്ന് പരാതി പറഞ്ഞ് കൊടുക്കുക. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ കൊടുക്കുക. ഒരു 10 രൂപ കൊടുക്കുമ്പോൾ പോലും. ഇപ്പോൾ ഭൗതികമായി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ യൂസുഫ് അലിനെ നോക്കുക, എത്ര അദ്ദേഹം കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കുന്ന ആളുകൾ നോക്കുക. അവരുടെ കയ്യിൽ വീണ്ടും സമ്പത്ത് വരികയാണ് നമ്മൾ കാണുന്നത്. അവർ പാപ്പറായിട്ട് പോകുന്നത് നമ്മൾ കാണുന്നില്ല ഒരിക്കലും. ചരിത്രത്തെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ അവർ കൊടുക്കുന്ന ആളുകൾ. ഉസ്മാൻ അള്ളാഹിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചാൽ, ഞാൻ എൻ്റെ ചാനലിൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം പറയും ഉസ്മാൻ അള്ളാഹിൻ്റെ ചരിത്രം. അപ്പോൾ അവിടെയും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് കൊടുക്കുന്ന പോലെ ഇരട്ടിയാകുന്നതായിട്ടാണ് അദ്ദേഹത്തിന് കാണുന്നത്. അതുപോലെ ആരെ ചരിത്രം, അബ്ദുള്ള അള്ളാഹിൻ്റെ ചരിത്രം നോക്കൂ, അവിടെയും നമ്മൾ കാണുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഇരട്ടിയാകുന്നു. അതുപോലെ നമ്മൾ കൊടുക്കുക, മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കുക. ഇനി കൊടുക്കാനൊന്നുമില്ല, ഒരാൾക്ക് ആശുപത്രി പോകാണ്ട്, അപ്പോൾ നമുക്ക് കൂടുക. ഒരാൾക്ക് ഒരു ആശുപത്രി പോകണം, കൂടെ ആരും പോകാനില്ല, കൂടെ നിൽക്കാനില്ല, അപ്പോൾ നമ്മൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. അതിലൂടെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, നന്ദിയുള്ളവരാകുക നമ്മൾ എന്ന വിഷയം. എപ്പോഴും നന്ദിയുള്ളവരാണ്. നമുക്ക് ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു തന്നു, ഒരു വാക്ക് പറഞ്ഞു, നല്ലൊരു പ്രോത്സാഹനം നമുക്ക് നൽകി, നല്ലൊരു കമൻറ്റ് പറഞ്ഞു നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ ജോലി സ്ഥലത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വായും വെള്ളവും ഒക്കെ നൽകുന്ന ദൈവത്തോട് നന്ദി. അതുപോലെ മനുഷ്യരോട് നമ്മൾ നന്ദിയുള്ളവരാകുക. ആ സ്മരണ എപ്പോഴും ഉണ്ടാകുക. അത് വലിയ സന്തോഷം സമാധാനം നമുക്ക് നൽകും. അതെല്ലാം അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്, ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ മുഴുകുക. ആവശ്യമില്ലാത്ത അതും ഇതും കണ്ട് നമ്മളെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലെ കാഴ്ചകൾ കണ്ട്, വാർത്തകൾ കണ്ട്, അങ്ങനെ ഒരുത്തനെ കൊന്നു, അവിടെ ഒരുത്തനെ തട്ടി, അങ്ങനെ കൊന്നു, മൃഗീയമായി കൊന്നു, അതിന് വിശദമായിട്ട് പഠിക്കുക, വിശദമായിട്ട് നോക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ നമുക്ക് വിഷമം ഉണ്ടാകും. ആ വിഷമം പോയില്ല. ചില സ്ത്രീകളെ നിങ്ങൾ കാണുന്നില്ല, അവർക്ക്
എത്ര മോട്ടിവേഷൻ കേട്ടാലും അവർക്ക് വിഷമമായിരിക്കും. എന്താ അറിയോ, അവർ കാണുന്ന ഈ സീരിയലുകളാണ്, ഈ സിനിമകളാണ്, അതിലെപ്പോഴും വിഷമവും പ്രയാസമില്ല. അതങ്ങനെ ചിത്രീകരിക്കുക, ആ മനസ്സ് നമ്മൾ മായ പോലുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നല്ല ആളുകൾ ആണെങ്കിൽ പോലും പണ്ടപ്പോൾ 20-30 കൊല്ലം മുമ്പ് കണ്ട സിനിമയുടെ സീന് പോലും നമ്മുടെ മനസ്സിൽ ഇന്നും അങ്ങനെ പതിഞ്ഞിരിക്കുക, ആ വിഷമ സീനുകളൊക്കെ. അങ്ങനെയാണിപ്പോൾ നമ്മൾ എത്ര മോട്ടിവേഷൻ ക്ലാസ് കേട്ടാലും അതൊന്നും മാഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നതും നമ്മളെ നാളെ നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എന്താക്കണം, ഇന്ന് കാണുന്ന കാഴ്ചകൾ നല്ല കാഴ്ചകളാക്കുക, നല്ലത് വായിച്ചുക, നല്ലതിന് വേണ്ടി സമയം ചിലവഴിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെൻഷൻ അടിക്കാനും മോശം ചിന്തിക്കാനും അല്ല മോശം കമൻറ്റ് പറയാനും ഒന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. നല്ല കാര്യത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കുമാറാകട്ടെ.